നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ്. 10 വർഷം 2 തവണ തുടർച്ചയായി ഒരു മുന്നണിയെ ഇതിനു മുൻപ് കേരള ജനത സ്വീകരിച്ചിട്ടില്ല. എന്നാൽ 2021-ൽ അത്തരമൊരു അവസരം CPM-ന് പിണറായി സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ നൽകി. അതിന്റെ ദോഷഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയനും പിണറായിയുടെ കൂട്ടത്തിനും വോട്ടില്ല എന്ന് കേരളത്തിലെ ജനത ഒന്നടങ്കം പറയുകയാണ്. അതിന്റെ സൂചനയാണ്, അതിന്റെ ഫലസൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഒരിക്കൽ കൂടി ഇടതുഭരണം ഇനി വേണ്ട എന്ന് ജനങ്ങൾ വലിയ ആവേശത്തിൽ തന്നെ വ്യക്തമാക്കുന്നു. കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് CPM-നേറ്റ ഈ തിരിച്ചടി. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ളത് CPM ആണ്. ആ CPM-നെ കൊല്ലത്തെ ജനങ്ങൾ ചവിട്ടി ദൂരെ എറിഞ്ഞിരിക്കുന്നു. ആ CPM-നെ ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ഭരണം വന്നിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷനുകളിൽ നിന്ന് CPM-നെയും ഇടതുപക്ഷത്തിനെയും ആട്ടിപ്പായിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇത് വരാനിരിക്കുന്ന ഒരു സുനാമിയുടെ മുന്നറിയിപ്പാണ്. ഇത് വരാനിരിക്കുന്ന വലിയൊരു ആവേശത്തിന്റെ, വലിയൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ സൂചനയാണ്. കേരളത്തിൽ ഇനി BJP-യുടെ തേരോട്ടം ഉണ്ടാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ BJP തങ്ങളുടെ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി വാർഡുകളിൽ, ഇരട്ടി ഗ്രാമപഞ്ചായത്തുകളിൽ BJP നേട്ടം കൊയ്തിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 വാർഡുകളിൽ വിജയിച്ചുകൊണ്ട് തങ്കത്തിളക്കവുമായി BJP മുന്നേറുകയാണ്. ഇനിയുള്ള കാലം BJP-യുടേതാണെന്ന് BJP ഉറപ്പിച്ചു പറയുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനുശേഷമുള്ള കാലവും തങ്ങൾക്കൊപ്പമാണ്, തങ്ങളുടേതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ് കേരളത്തിലെ BJP. നരേന്ദ്രമോദി ഇതാ കേരളത്തിലേക്ക് എത്തുകയാണ്. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയാൻ, തിരുവനന്തപുരം നഗരത്തെ ലോകത്തെ ഏറ്റവും മികച്ച നഗരമാക്കുന്നതിനുള്ള വലിയ പദ്ധതി പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് ഉടനെത്തും.